നമസ്കാരം സാർ. നമസ്കാരം. RSS സർസംഘ ചാലക് ശ്രീ മോഹൻ ഭഗവത്ജി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ചെയ്തിരുന്നു കോൺഗ്രസ്സിനോ വോട്ട് ചെയ്യുമായിരുന്നു എന്ന്. സത്യത്തിൽ 2024 400 സീറ്റ് പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ BJPക്ക് 230 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. എന്നാൽ 2024 ഒരുപക്ഷേ ഈ പറയുന്നത് പോലെ RSSO അല്ലെങ്കിൽ ഈ പറയുന്ന അതിനോടനുബന്ധിച്ചിരിക്കുന്ന സംഘടനകളോ വളരെ കൃത്യമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും മൂന്നാമത് മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരത്തില്ലായിരുന്നു എന്നാണ് നമുക്ക് അതിനകത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അതിനപ്പുറമുള്ള വാർത്തകളൊക്കെ അപ്രസക്തമാണ്. കാരണം 2024 ഈ 2014 ശേഷം, അതായത് മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്ത്യയുടെ പോക്ക്, ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ പോക്ക്, പുരോഗതിയിലേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ വളർച്ച, അത് സമസ്ത മേഖലയിലും, അതായത് ഈ പറയുന്ന പ്രതിരോധ മേഖലയിലടക്കം, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ബഹിരാകാശ മേഖലയിൽ, എല്ലാ സമസ്ത മേഖലയിലും അതിൻ്റെ ഒരു വികാസം മറ്റ് പല രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, നമ്മളെ ഇതിനു മുമ്പ്, അതായത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു പ്രശ്നമായി. കാരണം അവരുടെ അപ്രമാദിത്യം, അവർക്കപ്പുറം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഏത് രാജ്യം വന്നാലും ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അപ്പുറത്തിലേക്ക് പോകുന്നു. അപ്പം തടയിടണം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഇതിനെ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.